നമസ്കാരം. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി സെർച്ച് ചെയ്യാറുണ്ട്. പല വെബ്സൈറ്റും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആശ്രയിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യകത ഇല്ല. നമുക്ക് സറോദ ബ്രോക്കറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്റ്റോക്കുകൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് സെർച്ച് ചെയ്താൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡെക്സ് വരും. ഇതൊരു ഇൻഡെക്സാണ്. കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പണ്ട് നമ്മൾ SGS നിഫ്റ്റി എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേര് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. കാരണം ഗുജറാത്തിലെ പുതിയ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എത്രമാത്രം മുകളിലേക്ക് പോയി അല്ലെങ്കിൽ താഴേക്ക് പോയി എന്ന് അറിയാൻ സാധിക്കും. നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളും എല്ലാം തന്നെ വരുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിലുണ്ടാകുന്ന വാല്യൂസിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. മെയ് മാസമായതുകൊണ്ട് മെയ്യിലെ ഫ്യൂച്ചർ നമുക്ക് ഇതിനെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി FUT ഫ്യൂച്ചർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മെയ് മാസമാണ്, കറൻറ്റ് മന്ത് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മെയ് മാസത്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഞാനിവിടെ പിക്ക് ചെയ്തു. ഇത് എന്തിനു വേണ്ടി ചെയ്തത് ചോദിച്ചാൽ, നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് 3:30 ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നത് 23,115 എന്ന റേഞ്ചിലാണ്. ഇന്ത്യൻ സമയം രാത്രി 2 മണി വരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യും. അപ്പോൾ രാത്രി 2 മണിക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 23,031 അതായത് നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും ഏകദേശം ഒരു 15 പോയിൻ്റാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ടാണ് ഞാനിവിടെ ഗിഫ്റ്റ് നിഫ്റ്റി ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആഡായിട്ടുള്ളത്. ഇനിയിപ്പോൾ മെയ് മാസമല്ല, അടുത്തത് ജൂൺ മാസമാണെങ്കിൽ മെയ്ക്ക് പകരം നമ്മൾ ജൂൺ മാസം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എനിവേ, ഇതിപ്പോൾ മെയ് മാസം കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറും എക്സാക്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ മാത്രമാണ് കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇടേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ അറിയാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റിന്ന് കൊടുത്താൽ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ അറിയാൻ സാധിക്കും. എൻ്റെ പോയിന്റ്, കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറായിട്ടുള്ള വ്യത്യാസം കാണണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കൊടുക്കുക. അതല്ല ജസ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ മാത്രം അറിയാൻ താല്പര്യമുള്ളൂ എങ്കിൽ നേരെ നിങ്ങൾക്ക് ഗിഫ്റ്റ് നിഫ്റ്റിന്ന് കൊടുത്താൽ മതിയാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എല്ലാവർക്കും ശുഭദിനം.